CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടപ്പുറം ആറങ്ങാടി ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തിത്തുറന്ന് കവർച്ച. 80,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ 82-കാരി പിറ്റേന്ന് മരിച്ചു. പാലപ്പെട്ടി പുതിരുത്തി സ്വദേശി ഇടശ്ശേരി വളപ്പിൽ മാമിയുമ്മയാണ് മരിച്ചത്. താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് ബാങ്ക് ജപ്തി ചെയ്തതിനെ തുടർന്നുള്ള മനോവിഷമമാണ് മരണത്തിന് കാരണമായതെന്ന് കുടുംബം. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കൃഷി, കുടിവെള്ളം, ഗ്രാമീണ ടൂറിസം എന്നിവയ്ക്ക് ഗുണകരമാകുന്ന മല്ലൻകുഴി നീർത്തട പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിലെ ഭണ്ഡാരത്തിന് തീപിടിച്ച് നോട്ടുകൾ കത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ചീഫ് ഫിനാൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. ചാവക്കാട് പാലയൂർ സെന്ററിലെ ആൻഡോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിന്റെ ഉടമ മുട്ടത്ത് ആൻഡോ നിര്യാതനായി. ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തെ തുടക്കക്കാരനായ ആൻഡോ ഈ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. കാഴ്ചപരിമിതികളെ വെല്ലുവിളിച്ച് PhD നേടിയ ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ജിബി ജോസിനെ ആം ആദ്മി പാർട്ടി മണലൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടൈലർ ടച്ച് റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ പൊന്നിയൂർക്കുളം ഏരിയ കൗണ്ടർ ആൽത്തറ അമ്പലനടയിൽ AKTA തൃശൂർ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഒരുമനിയൂർ പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടനുബന്ധിച്ച് നാടക പ്രവർത്തകരായിരുന്ന MK സിദ്ദിഖ്, സോബി സൂര്യഗ്രാമം എന്നിവരെ അനുസ്മരിച്ചു. NK അക്ബർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 23 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പൊന്നിയൂർ പഞ്ചായത്തിലെ 15-ാം വാർഡ് 57-ാം നമ്പർ അംഗൻവാടിയുടെ നിർമ്മാണ ശിലാസ്ഥാപനം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആദൂർ കിഴക്കുമുറി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡ് നേടിയ മമ്മിയൂർ LF സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും മന്നലംകുന്ന് സ്വദേശിയുമായ റയീസ് അസൈനാരകത്തിനെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ മാനത്തിൽ തറവാട് റോഡിന്റെ ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർവഹിച്ചു. കേരള സർക്കാർ കോടതികളിൽ ഏർപ്പെടുത്തിയ ഫീസ് വർധന കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കുന്നംകുളം ബോധിധർമ്മ അക്കാദമിയുടെ 45-ാം വാർഷികാഘോഷവും ലോഗോ പ്രകാശനവും ഇന്റർഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പും ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗും ഏപ്രിൽ 10 വ്യാഴാഴ്ച നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നയൂരിൽ മുണ്ടകൻ വിളവെടുത്ത പാടത്തു നടത്തിയ പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവ്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേകാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനാചരണം നടത്തി. ചിറക്കൽ IHDP നഗറിന്റെ സമഗ്ര വികസനത്തിനായി അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ഗുണഭോക്തൃ സമിതി രൂപീകരണ യോഗം ചേർന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.